എടാ ഒന്ന് അടങ്ങി കിടക്കടാ. വേദനയുണ്ടമ്മേ. എന്റെ അമ്മോ, ഇത് എന്തൊരു അലർച്ചയാടാ. അയലോകത്തുള്ളവരെല്ലാം ഓടി വരുമല്ലോ. നല്ല വേദനയുണ്ടമ്മേ. എടാ മുഖം മറിച്ച് വന്നവൻ നിന്നെ തല്ലിയത് എന്തായാലും സന്തോഷിപ്പിക്കാനല്ലല്ലോ, വേദനിപ്പിക്കാനല്ലേ. അടങ്ങി കിടക്കണം. ചൂട് വെള്ളത്തിൽ മുക്കിട്ട് പിടിക്കണ്ട. വേണ്ട. എടാ നീ തന്നെയല്ലേ പറഞ്ഞത് വെള്ളം ചൂടാക്കി പിടിക്കാൻ. അറിയത്തില്ല അമ്മേ. അയ്യോ അയ്യോ, ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അമ്മേ. വേദന കാരണം ഇനിയിപ്പൊ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പോലും നേരം വെളുപ്പിക്കാൻ പറ്റില്ല. ഇനി നാളത്തെ അവസ്ഥ എന്താണോ ആവോ. അയ്യോ മോളെ, എന്റെ ഭാര്യന്റെ അടുത്തൊന്ന് ചെവി വെച്ച് നോക്കിയേ, എന്തോന്നൊന്ന് കിലുങ്ങുന്നു. എനിക്ക് തോന്നുന്നത് ഭാര്യയില് പൊടിഞ്ഞ അകത്ത് കിടക്കാന്നാ. അച്ഛനൊന്ന് ചുമ്മാതിരിക്കച്ചാ. അല്ലെങ്കിലും പണ്ടേ അച്ഛൻ ഇങ്ങനെയാ, ചെറിയൊരു വേദന വന്ന കിടന്നങ്ങ് കരയും. അത് ശരിയാ. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. നീ നിന്റെ മോളെ ഇടയ്ക്ക് വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ മോളെ കിട്ടിയില്ല. എന്താന്നറിയില്ല. ദിവസം 2-3 പ്രാവശ്യമെങ്കിലും അവള് നിന്നെ വിളിക്കുമായിരുന്നല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്താ അവള് നിന്നെ വിളിക്കാതിരുന്നേ? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. മോള് പറഞ്ഞു ഞങ്ങളെ വിശ്വാസമില്ലാത്തോണ്ടാ നീ അവിടെ പോയി അവൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുത്തതെന്ന്. അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് പെരുമ്പാമ്പിനെ പോലെ കിടന്ന് ഉറങ്ങിയായിരിക്കും. അവൾ എങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ദാ ഇവളെ പോലെ. ഞാനെന്താ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കൂ? കഴിക്കുമെന്നല്ലേ ഇവള് പറയുന്നേ. ഒന്ന് മിണ്ടായിരിക്കാവോ? മിണ്ടായിരുന്ന നിന്റെ വേദന മാറൂടാ. അച്ഛനൊരു കാര്യം ചെയ്, അങ്ങോട്ട് കിടക്ക്. അതെ, ഒന്ന് നല്ലപോലെ കിടക്കാൻ നോക്ക്. കണ്ണടച്ച് കിടന്നാലേ പിന്നെ നേരെ വെളുക്കുന്നത് വരെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അടയുന്ന കണ്ണ് പിന്നെ തുറക്കുമെന്നോ എന്റെ പേടി. അങ്ങനെയൊന്നും പറയല്ലേ പ്രതാപ, അല്ലെങ്കിൽ നിന്റെ നാക്ക് കരുനാക്ക. എന്തെങ്കിലും പറഞ്ഞിട്ട് അതുപോലെ തന്നെ പറ്റും. സംഭവിക്കട്ടെ, ഇതിലും നല്ലത് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ. പിടിച്ചോ മോളെ, അങ്ങോട്ടൊന്ന് ചേരിച്ചു കിടത്താം. മുത്തശ്ശി, നീ മിണ്ടാതെ പതുക്കെ പതുക്കെ. ദൈവമേ. അവളുണ്ടല്ലോ ഇന്ന് നന്നായിട്ട് ഉറങ്ങും. പക്ഷേ നാളെ അവൾ ഉറങ്ങത്തില്ല. പിന്നെ നാളെ അവൾ അറിയും അവളുടെ പേരക്കുട്ടി പോയെന്ന്.